ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, തമ്മിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് കേൾക്കുക. മറ്റൊന്നുമല്ല, നമ്മൾ ഈ വർഷം ഫോളോ ചെയ്യേണ്ട ഒരു റൂട്ടുണ്ട്. കൃത്യമായി ആ റൂട്ടിൽ ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികൾ, അതായത് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പോഴേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ ദാ ഇത്രത്തോളം സബ്ജക്റ്റുകൾക്ക് അവർ മുന്നിലാണ്. അതായത് 6-7 ചാപ്റ്ററുകളോളം എന്താണ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരുപാട് കുട്ടികളെക്കാൾ മുന്നിലാണ്. റെഡി? ഈ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികൾ അല്ലെങ്കിൽ +2 പഠിച്ചു തുടങ്ങാത്ത മക്കൾ ആരെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ കാണണം ഈ +2 എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ആവാത്തത്? മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം +2ലെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഒരുപാട് ടേണിംഗ് പോയിന്റ് ഉണ്ട് എന്നൊക്കെ പലരും പറഞ്ഞ് നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റിനോടുള്ള വിലയൊക്കെ പോയി എങ്കിലും പറയാണ് മക്കളെ, +2 കഴിഞ്ഞ് ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുക നോക്കുന്ന സമയത്ത് ഒരിക്കലും SSLC റിസൾട്ട് ഒന്നല്ല നോക്കുക, അത് +2 ആണ്. അപ്പോൾ കൃത്യമായിട്ട് മക്കൾ പഠിച്ചോളുക. എങ്ങനെ നമ്മൾ ഈ +2ൽ മുന്നോട്ട് പോകേണ്ടത്? നമ്മളെ ബാച്ചിൽ തന്നെ നിങ്ങളൊന്ന് നോക്കൂ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്ററും നമ്മളിതാ കംപ്ലീറ്റ് ചെയ്തു. മെയ് 30-ന് 5 പാർട്ടായിട്ട്. ദെൻ അതിൻ്റെ എക്സാമും നമ്മളിതാ ഈ വീക്ക് കഴിയും, കുട്ടികളെ എഴുതും. ദെൻ അതേപോലെ ഇക്കണോമിക്സിലും നമ്മളിതാ ആദ്യത്തെ 2 ചാപ്റ്ററും കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് അല്ല, തേർഡ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എക്സാം ഇതാ ഈ വീക്ക് ഉണ്ടാവും. ദെൻ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് നമ്മൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും, 3ാമത്തെ ചാപ്റ്റർ എക്കണോമിക്സിൽ. റെഡി? അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ 3 ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ നമ്മൾ 3 പാർട്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി? ഈ ബുധനാഴ്ച, അതായത് നാളെയല്ല മറ്റന്നാൾ, നമ്മളിതാ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 4ാമത്തെ ചാപ്റ്ററിൽ എത്തിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, 4ഉം 3ഉം 7ഉം 2ഉം 9ഓളം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, 9ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച് കഴിയേണ്ട ടൈം ആയിട്ടുണ്ട്. പക്ഷേ എത്ര പേർ ഇതൊക്കെ കവർ ചെയ്ത്? അറ്റ്ലീസ്റ്റ് ഇതിൽ 2, 3, 4 എണ്ണം എത്ര പേര് കവർ ചെയ്തിട്ടുണ്ട്? ഇതാ നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വൺ ഷോട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വൺ ഷോട്ട് ചെയ്യുന്നത്. പഠിച്ച കുട്ടികൾക്ക് വീണ്ടും അത് സെറ്റ് ആക്കാം, നമ്മളത് ചെയ്തു. അതേപോലെ ഇക്കണോമിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് കഴിഞ്ഞു, റിവൈസ് ചെയ്തു. ബിസിനസ് സ്റ്റഡീസിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് കഴിഞ്ഞു, റിവൈസ് ചെയ്തു, പഠിച്ചു, കൃത്യമായി പഠിച്ചു, എക്സാമുകൾ അറ്റൻഡ് ചെയ്തു, റിവൈസ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, വൺ ഷോട്ട് കഴിഞ്ഞു. പക്ഷെ എത്ര പേര് ഇതൊക്കെ ഇപ്പോഴും അല്ലെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത എത്ര പേര് ഇപ്പോഴും ഉണ്ട്? നിങ്ങൾ ആരെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? മക്കളെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ഒരു മാസം ഒരു പകുതി വരെ നിങ്ങൾ ടൈം എടുത്തോ. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഇതാ ഈ കാര്യങ്ങൾ, ഇത്രയും പഠിച്ച് പോയിട്ടുള്ള കുട്ടികളെടുത്ത് എത്തണം. നിങ്ങൾ പഠിച്ച് അവരുടെ അടുത്ത് എത്തണം. ഇല്ലെങ്കിൽ മക്കളെ, ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. ഓക്കെ, അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സെൽഫായിട്ടൊരു പ്ലാനും കാര്യങ്ങളും ഒന്നുമല്ല. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇതുവരെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഈ സ്ട്രിപ്പിലൂടെ നിങ്ങൾക്ക് നമ്പർ പോകുന്നുണ്ടാവും, കോൺടാക്ട് ചെയ്ത് നമ്മുടെ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക മക്കളെ. നമുക്കിതാ പ്ലാന് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്ലാനും കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പോകേണ്ടതുണ്ട്. അത് പോയിട്ടില്ലെങ്കിൽ +2 നിങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം. ഇത്രയും പെൻഡിങ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത്രയും ബാക്കിലുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞതാ ഈ മന്ത് ഒരു പകുതി വരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമോ, അത് നിങ്ങൾ ചെയ്യണം. അതിനുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഫുള്ളായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. നാളെ കൃത്യം നമ്മളെ ലാസ്റ്റ് ബാച്ചിൻ്റെ ഓറിയന്റേഷൻ വരുന്നുണ്ട്. നാളെ കൃത്യം 7:30 മക്കൾ ലൈവിൽ ജോയിൻ ചെയ്യൂ. കൃത്യമായിട്ട് നമ്മൾ ഈ വർഷം എങ്ങനെ പോകണം ഇപ്പോഴും മനസ്സിലാവാത്ത കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെ അങ്ങനെ ഒരു ഓറിയന്റേഷൻ വെക്കുന്നത്. ഈ വർഷത്തെ അവസാനത്തെ ഓറിയന്റേഷനാണ്. ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് അതിൽ പറയുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ മക്കൾ ഫോളോ ചെയ്തെടുക്കുക. അതില്ലെങ്കിൽ മക്കളെ ബുദ്ധിമുട്ടിയിരിക്കും. റെഡി? സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, +2 ഉഴപ്പാൻ പാടില്ല. എന്ത് തെറ്റുകൾ ഇതുവരെ ആവർത്തിച്ചോ അത് +2ൽ ഉണ്ടാവാൻ പാടില്ല. മാർക്ക് വേണം. A+ കിട്ടിയ ആൾ മാത്രമല്ല, പെർസെൻറ്റേജ് കിട്ടിയിട്ട് A+നേക്കാൾ മുകളിൽ പെർസെൻറ്റേജ് ഉള്ള കുട്ടികളുണ്ടാവും. അതായത് ഫുൾ A+നേക്കാൾ മാർക്കിൽ പോയിന്റിൽ മേലെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ഈ പെർസെൻറ്റേജ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്തും ഈ ഒരു A+നേക്കാൾ ചിലപ്പോൾ ആ ഒരു പെർസെൻറ്റേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കും.
പലരും അങ്ങനെയൊക്കെയാണ് ചെയ്യാം. സോ അവിടെയൊക്കെ പലരും താഴോട്ട് പോകും. പഠിക്കുന്ന കുട്ടികളും ഫുൾ A+ കിട്ടിയ കുട്ടികൾ വരെ താഴോട്ട് പോകുന്ന സമയത്ത് പഠിക്കാത്തതിൻ്റെ പേരിൽ, മാർക്കില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുട്ടികളുടെ സ്ഥിതി എന്താവും എന്നുള്ളത് സാറ് പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. സോ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കുക, ജോയിൻ ചെയ്യുക, നമുക്ക് പഠിക്കണം. ഓക്കെ മക്കളെ, അപ്പം മറക്കണ്ട, നാളെ കൃത്യം നമ്മളെ ഓറിയൻറ്റേഷൻ ഉണ്ടായാൽ വരിക, മനസ്സിലാക്കുക എങ്ങനെയൊക്കെ നമ്മൾ ഈ വർഷം പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നുള്ള എല്ലാ പ്ലാനും കാര്യങ്ങളും കൃത്യമായിട്ട് പറയും. നമ്മൾ ഇതുവരെ പറഞ്ഞ പ്ലാനല്ല. കാരണം ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങി, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആകെ ടൈം രാത്രി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ലീവ് ഡേ ആയിരിക്കും. പക്ഷേ അതൊക്കെ എത്രത്തോളം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? യെസ്, നമുക്ക് എത്രത്തോളം ആ ഒരു ടൈമിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. സോ അതൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഇമ്പോർട്ടൻസ് ആണ്. ആ ഒരു ഇമ്പോർട്ടൻസ്, ബാച്ചിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് മക്കൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഈ മാസം കൂടെ നിങ്ങൾ ഇതേപോലെ പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇത്രയും ചാപ്റ്റർ കവർ ചെയ്ത കുട്ടികളെ എടുത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. റെഡി? യെസ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ.